എടാ സിസിതിൻ അപ്പോൾ ഞാൻ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ കയറിയപ്പം റാൻഡമായിട്ട് ഞാനൊരു പടം കണ്ടു. ഞാൻ ഫസ്റ്റ് അത് ആദ്യം കൊറിയൻ എന്നാണ് വിചാരിച്ചത്. പിന്നീട് നോക്കിയപ്പോഴാണ് അല്ല, അത് ജാപ്പനീസ് പടമാണെന്നുള്ളത്. ഇത് 2022 റിലീസായ റിമെമ്പർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പടമാണ്. ഇതൊരു ഹൊററും ടൈം ലൂപ്പ് പരിപാടിയാണ് ഇതിനകത്ത് പറയണത്. ഈ പടം പറയണമെന്ന് വെച്ചാൽ ഒരു 6 ഹൈസ്കൂൾ സ്റ്റുഡൻസ് ലൈക്ക് അവരൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻ കാരണം ഈ ടൈം ലൂപ്പിനകത്ത് പെടുകയും ഒരു കാര്യം ചെയ്താൽ മാത്രമേ അവർ ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റൂ എന്നുള്ള രീതിയിൽ തുറന്നു പോണ കാര്യങ്ങളൊക്കെയാണ് ഈ പടം പറയണത്. അപ്പം എനിക്ക് ഇത് തുടക്കം ഒരു ഓക്കെ ലെവലിൽ പോയി പിന്നെ കണക്റ്റ് ആവുമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് ഉദ്ദേശ പോലെ ഒന്നും വന്നില്ല. എനിക്കൊരു വെറും ഒരു ആവറേജ് അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന അത്രയ്ക്കൊക്കെ ഉള്ളൂ ഈ പടം പറയണത്. കാരണം ഈവൻ ടൈം ലൂപ്പ് എൻ്റെ ഫേവറേറ്റ് ഒരു പരിപാടിയാണെങ്കിൽ പോലും എനിക്ക് ഉദ്ദേശിച്ച പോലെ എനിക്കത് വന്നിട്ടില്ല. പിന്നെ കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഈവൻ ഏത് എങ്ങനെ ഈ ടൈം ലൂപ്പ് പരിപാടി ഈ പടത്തിനകത്ത് തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും പിന്നെ ഓൾസോ ക്രൈം കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം പടം തീർന്നു. ജസ്റ്റ് ചുമ്മാ എൻ ക്രെഡിറ്റ്സ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ ഇതിനൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അതവിടെ നിർത്തിയതാണ്. വീണ്ടും ഞാൻ നെറ്റ്ഫ്ലിക്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അങ്ങനെ വേറെ സിനിമകൾ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് 2025 ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസായിട്ടുണ്ടായിരുന്നു. ഇനി അത് കാണണം. സോ ഇതിലെനിക്ക് ആകെപ്പാടെന്ന് വെച്ചാൽ കമ്മിങ് ടു ക്ലൈമാക്സിലോട്ട് വരുമ്പോഴേക്കും ഒരു കുരിശിൻ്റെ ഒരു സീനുണ്ടായിരുന്നു. അത് നല്ലൊരു ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സീനായിട്ട് തോന്നി. അല്ലാത്ത പക്ഷം എനിക്ക് അങ്ങനെ ഭയങ്കരം എന്ന് പറയാനായിട്ട് എനിക്കൊന്നുമില്ല. അതുമാത്രമല്ല ലാസ്റ്റ് ഇതിനകത്ത് ഒരു ക്രീച്ചറൊക്കെ കാണിക്കും. എന്ന് വെച്ചാൽ ആ ക്രീച്ചറിൻ്റെ ഒരു ക്ലോസ് ഷോട്ടൊക്കെ നോക്കുമ്പോൾ കൊള്ളാം. അല്ലാത്ത പക്ഷം പണ്ട് വരെ പോകോ ചാനലിലൊക്കെ ഉണ്ടായിരുന്ന മറ്റേ ഒരു പരിപാടി ഉണ്ടല്ലോ, മറ്റേ ഗലി സിംസും അതിൻ്റെയൊക്കെ ഒരു ക്രീച്ചറിന് കുറച്ച് ബെഡാക്കി കളർ പൂശി അടിച്ചിറക്കിയതുപോലെ ഇരിക്കും. എന്ന് വെച്ചാൽ എന്ത് കുരുമരി കോമാളിത്തരം കാണിച്ച പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് ഈ പടം. ജാപ്പനീസ് പടങ്ങളൊക്കെ ആരെങ്കിലും കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ അത്രയേ ഉള്ളൂ. ഈ സെക്കൻഡ് പാർട്ട് കാണണം. സോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.